മലപ്പുറത്ത് ഈഴവർക്ക് ജീവിക്കാൻ ശ്വാസം മുട്ടുന്നേ എന്ന് വിലപിച്ച മനുഷ്യനെ കാറിൽ കയറ്റി ആനയിച്ചിട്ട് 31 സീറ്റും UDF-നാണ് അവിടെ. 31 സീറ്റും. മലപ്പുറത്തെ മനുഷ്യർക്ക്, മതനിരപേക്ഷ ബോധമുള്ള മനുഷ്യർക്ക് മനസ്സിലായില്ല വെള്ളാപ്പള്ളി പറഞ്ഞ വിഷവർഗീയ വർത്തമാനം. വെള്ളാപ്പള്ളിയെ കൊണ്ടു നടന്ന് ആനയിച്ചവർക്കുള്ള മറുപടി മലപ്പുറം കൊടുക്കുന്നത് കാണൂ. മലപ്പുറം വർഗീയമാണെന്ന് പറഞ്ഞവർ, മലപ്പുറത്ത് ജീവിക്കാൻ ശ്വാസം മുട്ടുന്നു എന്ന് പറഞ്ഞവരെ ആട്ടി ഓടിക്കുന്ന ജനാധിപത്യ മതനിരപേക്ഷ മണ്ണായി മലപ്പുറം ഈ ദിവസം രേഖപ്പെടുത്തുകയാണ്. 31-1. അപ്പൊ ഈ കച്ചവടം കേരളത്തിന് വേണ്ട എന്ന് പറയുകയാണ്. ആ കച്ചവടത്തിന്റെ മൊത്തക്കുത്തകക്കാരോട് കേരളം കാണേണ്ട കാര്യമാണ്. നിലമ്പൂർ ലീഗ് പണിയിറക്കിയപ്പോൾ നമ്മൾ അന്ന് പറഞ്ഞിട്ടുണ്ട്, അന്ന് തോറ്റുപോയ തന്ത്രമാണിത്. നിങ്ങൾ ലാർജ് സ്കെയിലിൽ വീണ്ടും അവതരിപ്പിക്കുമോ? ജില്ലാ പഞ്ചായത്തിൽ 8 UDF, 6 LDF മാറി മറിഞ്ഞിരിക്കുന്ന ജില്ലാ പഞ്ചായത്ത്. ഇനി ഏത് മേഖലയിലാണ്? എല്ലായിടത്തും സമഗ്രാധിപത്യമാണ് UDF-ന്റെ. ജില്ലാ പഞ്ചായത്തിൽ 8 ഗ്രാമപഞ്ചായത്ത് പറയുമ്പോൾ സർവത്ര പാളി. 396 വലിയ LDF 1, UDF 4 കോർപ്പറേഷൻ. UDF-ന്റെ സമഗ്രാധിപത്യം കാണാം. യെസ്, വലിയ 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 കയറി വരവ് വന്നിരിക്കുകയാണ് UDF. എന്ന് വെച്ചാൽ കേരളത്തെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിധത്തിൽ മാനിപ്പുലേറ്റ് ചെയ്ത് കളയാം, മനുഷ്യരെ വർഗീയമായി വിഭജനത്തിന്റെ സാധ്യതകൾ തുറന്നിട്ട് കൊടുക്കാം എന്ന് വിചാരിച്ചെങ്കിൽ അതിന്റെ രണ്ട് ഇമ്പാക്ട് ഏരിയ കാണൂ. ഒന്ന് മലപ്പുറത്ത് കാണുന്ന ഒറ്റ ഒരു സീറ്റിലെ മാത്രം ലീഡാണ്. 2 BJP അധികാരം ഉറപ്പിക്കാൻ പോകുന്ന തിരുവനന്തപുരം കോർപ്പറേഷനാണ്. അതിന്റെ ഗുണം കിട്ടിയത് നിങ്ങളുടെ ഓഫീസിലല്ല എന്ന് സർക്കാരിന് മനസ്സിലാക്കാനുള്ള ഏറ്റവും വലിയ പാഠമായിരിക്കട്ടെ ഈ ദിവസം എന്ന് പറയാൻ കഴിയും. എന്തായാലും കേരളത്തിൽ ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്ന സംഗതി എന്തുമാത്രം വലുതാണ് എന്നതിന്റെ വലിയ സൂചന തരുന്ന ദിവസമാണ് ഈ ദിവസം. ഇത് കോൺഗ്രസിനെ സംബന്ധിച്ച് ആശ്വാസദായകമായ ദിവസമല്ല, ആനന്ദദായകമായ ദിവസം, സന്തോഷാതിരേകത്തിന്റെ ദിവസം. ആശ്വസിക്കാൻ വരട്ടെ നിഷാദ്. മലപ്പുറത്തെ ഫലം സൂചിപ്പിച്ചുകൊണ്ട് നാളെ വെള്ളാപ്പള്ളി പറഞ്ഞുകൂടായികയില്ല. നോക്കൂ, പിണറായി സഖാവിനെ ശ്വാസം മുട്ടിക്കുന്ന മലപ്പുറം. കണ്ടോ എന്ന് പറയാം. എന്തായാലും നോക്കൂ, ഇത് കേരളം എന്ന് പറയുന്നത് പൂർണ്ണമായും തരത്തിൽ അങ്ങനെ വിഭജിക്കപ്പെടാൻ നിന്നുകൊടുക്കാത്തൊരു നാട് എന്നതിന്റെ സൂചനയുണ്ട്. പക്ഷേ കാണണം, തലസ്ഥാന നഗരം സർക്കാർ സംവിധാനത്തിന്റെ താഴെ ഇരിക്കുന്ന തലസ്ഥാന നഗരം ഭരിക്കാൻ പോകുന്നത് ആരാണ്? നഷ്ടപ്പെട്ട സീറ്റുകൾ എങ്ങനെ പോയി? നഷ്ടപ്പെട്ട ഡിവിഷനുകൾ, വാർഡുകൾ എങ്ങനെ പോയി? അതിൽ നിന്ന് സ്വന്തം വോട്ടുകൾ എങ്ങനെ ചോർന്നു പോയി എന്നതിന്റെ ആലോചന നടത്തുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കേണ്ടി വരും. പക്ഷെ ഇത് എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് അസംബ്ലി തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ അവർക്ക് ആത്മവിശ്വാസത്തോടെ പോകാം. അത് മാത്രവുമല്ല, തദ്ദേശ തെരഞ്ഞെടുപ്പ് തുടങ്ങിയ കാലം മുതൽ ഏതാണ്ട് 3 പതിറ്റാണ്ടോളമായി കേരളത്തിൽ UDF നേടുന്ന ഏറ്റവും ഉജ്ജ്വലമായ വിജയം എന്നിപ്പോഴത്തെ ടാലി നോക്കി നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. ജംഷീർ കൊടിഞ്ഞി മലപ്പുറത്ത്. ജംഷീർ എന്താണ് മലപ്പുറത്തിന്റെ ചിത്രം? എന്താണ് നിഷാദാൻ അജിൻസ്? മലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം പത്തം സംഭവിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, മുസ്ലിം ലീഗിന്റെ UDF-ന്റെ വലിയ ആധിപത്യത്തിലേക്ക് മുസ്ലിം ലീഗ് UDF പോകുന്നു എന്നുള്ളതാണ്. നഗരങ്ങൾ ഇപ്പോൾ തന്നെ പച്ചപുതച്ചിരിക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. ആളുകൾ ആഹ്ലാദ പ്രകടനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അത് ജില്ലാ പഞ്ചായത്തിലേക്കും നഗരസഭകളിലേക്കും ബ്ലോക്ക് പഞ്ചായത്തിലേക്കും പഞ്ചായത്തുകളുടെ കണക്കെടുക്കുകയാണെങ്കിലും ഒക്കെ അത്തരത്തിൽ UDF-ന്റെ സർവാധിപത്യം എന്ന് പറയേണ്ടിയിരിക്കുന്നു അഘട്ടത്തിലേക്ക് പോവുകയാണ്. നഗരസഭകളാണ് നമ്മൾ നേരത്തെ പ്രധാനമായും പറഞ്ഞിരുന്നത്. തിരൂരും മഞ്ചേരിയും ഒക്കെ പോകും അല്ലെങ്കിൽ കിട്ടുമെന്ന് LDF പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഒന്നും സംഭവിച്ചില്ല എന്ന് മാത്രമല്ല, മറിച്ച് സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 3 പതിറ്റാണ്ടിന് ശേഷം പെരിന്തൽമണ്ണ നഗരസഭ LDF-ൽ നിന്ന് UDF പിടിച്ചെടുത്തിരിക്കുന്നു. കഴിഞ്ഞ തവണ LDF കൈയടക്കിയിരുന്ന നിലമ്പൂർ നഗരസഭ UDF പിടിച്ചെടുത്തിരിക്കുന്നു. അവർക്ക് കിട്ടും, അല്ലെങ്കിൽ LDF-ന് കിട്ടുമെന്ന് പറഞ്ഞിരുന്ന തിരൂരും മഞ്ചേരിയും UDF തന്നെ നിലനിർത്തിയിരിക്കുന്നു. അങ്ങനെ നഗരസഭ നോക്കുകയാണെങ്കിൽ ഒറ്റ നഗരസഭയിലേക്ക് മലപ്പുറത്ത് LDF ചുരുങ്ങിയത് പൊന്നാനി മാത്രം. ബാക്കി എല്ലായിടത്തേക്കും 11ഇടത്തും UDF തന്നെ വിജയിച്ചിരിക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്തിന്റെ കണക്കുകൾ പരിശോധിക്കുമ്പോഴും 31-1 എന്ന കണക്കിലേക്ക്, മൃഗീയ ഭൂരിപക്ഷത്തിലേക്ക് UDF മാറിയിരിക്കുന്നു. പഞ്ചായത്തിന്റെ കണക്കുകളും അങ്ങനെ തന്നെ. അങ്ങനെ സർവാധിപത്യത്തിലേക്ക് UDF. മറ്റൊന്നും തന്നെ ഇവിടെ മലപ്പുറത്ത് ഏറ്റിട്ടില്ല. അവിടെ UDF മാത്രം എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുന്ന മൃഗീയ ഭൂരിപക്ഷത്തിലേക്കാണ് UDF പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ പാണക്കാട്ടേക്ക് പോകുന്ന പാണക്കാട് സാദിഖലി ശാസ്ത്രങ്ങളും PK കുഞ്ഞാലിക്കുട്ടിയും ഫാത്തിമകളെ കാണാനിരിക്കുകയാണ്. വിജയാഹ്ലാദ പ്രകടനങ്ങൾ ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു. വലിയ മുന്നേറ്റത്തിലേക്ക്
മലപ്പുറത്ത് പോകുന്നു എന്നുള്ളത് തന്നെയാണ്. ഇനി മറിച്ചൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. UDFന്റെ സർവാധിപത്യത്തിലേക്ക് മലപ്പുറം നീങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മാത്രമല്ല, കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് UDFന് അനുകൂലമായി മറിഞ്ഞിരിക്കുന്നു. അതും അത്യപൂർവമാണ്, വളരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു ഫലമാണ്. കോഴിക്കോട്, കാസർഗോഡ് എന്നീ 2 ജില്ലാ പഞ്ചായത്തുകൾ കൂടി UDFന് അനുകൂലമായ വിധി എഴുതിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതുമാത്രമല്ല, മധ്യകേരളത്തിൽ ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട, എറണാകുളം എന്നീ ജില്ലകളും UDFന് അനുകൂലമായി വിധി എഴുതിയിരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഒരു പാൻ കേരള സ്വഭാവത്തിൽ UDFന് അനുകൂലമായ ഒരു വിധി നമുക്കിതിൽ കാണാൻ കഴിയും. പക്ഷെ അപ്പോഴും തങ്ങളുടെ ഉരുക്കുകോട്ടകളായ പാലക്കാട്, തൃശ്ശൂര് പോലെ, തൃശ്ശൂര് LDF ജില്ലാ പഞ്ചായത്ത് പിടിച്ചെടുത്തിരിക്കുന്നു, പാലക്കാട് അവർ മൃഗീയമായ ആധിപത്യം നിലനിർത്തിയിരിക്കുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ്. അപ്പോൾ വളരെ കൃത്യമായൊരു പൊളിറ്റിക്കൽ മെസ്സേജ് വോട്ടർമാർ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലൂടെ തന്നെ സംസ്ഥാന സർക്കാരിന് നൽകിക്കഴിഞ്ഞിരിക്കുന്നു. അതായത് പൊതുവെ വ്യക്തിപരമായ ബന്ധങ്ങളും പ്രാദേശികമായ വിഷയങ്ങളും എല്ലാം ബാധിക്കാറുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇക്കുറി തികച്ചും കേരളീയമായ മൊത്തം ഒരു സംസ്ഥാന തലത്തെ ബാധിക്കുന്ന രാഷ്ട്രീയ മെസ്സേജ് വോട്ടർമാർ ഇവിടെ മുന്നണികൾക്ക് നൽകിയിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്തുകളിലെ UDF